അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് നോൺ മെറ്റാലിക് മിനറൽസിനെ കുറിച്ചാണ് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് നോൺ മെറ്റാലിക് മിനറൽസിൽ ഇൻക്ലൂഡഡ് ആവുന്ന മിനറൽസ് എന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് മൈക്കയാണ് അല്ലെ. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് മൈക്കയാണ്. മൈക്കയുടെ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അല്ലെ. It is a mineral made up of series of plates or leaves. ഈ ഒരു മിനറലിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് മക്കളെ? A series of plates and leaves അടങ്ങിയിട്ടുണ്ട് എന്നാ പറയുന്നത്. And it splits easily into thin sheet. എന്നിട്ട് അത് എന്താവും? ഡിവൈഡ് ആവും. എന്തായിട്ട് ഡിവൈഡ് ആവും? തിൻ ഷീറ്റ് ആയിട്ട്, നല്ല നൈസ് ആയിട്ടുള്ള ഷീറ്റ് ആയിട്ട് എന്താവും? സ്പ്ലിറ്റ് അപ്പ് ആവും. And these sheets can be so thin that 1,000 can be layered into a mica sheet of few centimeters high. അങ്ങനെ ഈ ഒരു ഷീറ്റ് തിൻ ഷീറ്റ് ആയി മാറിയില്ലേ, അത് എന്താവും? Be so thin that 1,000 can be layered into a mica sheet of few centimeters. കുറെ ഷീറ്റ് നമുക്ക് അതിൽ നിന്ന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് മൈക്ക? ഇറ്റ് ഈസ് എ മിനറൽ മെയ്ഡ് അപ്പ് ഓഫ് എ സീരീസ് ഓഫ് പ്ലേറ്റ്സ് ഓർ ലീവ്സ്. ഇറ്റ് സ്പ്ലിറ്റ്സ് ഈസിലി ഇൻടു തിൻ ഷീറ്റ് ആൻഡ് ദിസ് ഷീറ്റ് ക്യാൻ ബി so thin അല്ലെ, that 1,000 can be layered അല്ലെ. ഈ ഒരു തിൻ ഷീറ്റ് നമുക്ക് എത്രയായിട്ട് ലെയർ അപ്പ് ചെയ്യാം? 1,000. ഓക്കെ, into a mica sheet. ഈ ഒരു തിൻ ഷീറ്റ് മൈക്ക ഷീറ്റിലേക്ക് ലെയർ അപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദാറ്റ് 1,000 can be layered into a mica ഷീറ്റിലേക്ക് വരുന്ന ആയിരക്കണക്കിന് ഷീറ്റിന്റെ അത് ഇൻക്ലൂഡ് ആവണം. ഓഫ് എ ഫ്യൂ സെന്റിമീറ്റേഴ്സ് ഹൈ എന്നാണ് പറയുന്നത്. ഓക്കെ, മൈക്ക. ഇനി മൈക്കന്റെ കുറെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. മൈക്ക ക്യാൻ ബി ക്ലിയർ, ബ്ലാക്ക്, ഗ്രീൻ, റെഡ്, യെല്ലോ ഓർ ബ്രൗൺ. പല കളറിലാണ് അതിന്റെ വെറൈറ്റി ഓഫ് ഫോംസ് ഉണ്ടാവുന്നത്. ഇറ്റ് വിൽ ബി ക്ലിയർ, ബ്ലാക്ക് അല്ലെ, ക്ലിയർ, ബ്ലാക്ക്, ഗ്രീൻ ആൻഡ് റെഡ് ആൻഡ് യെല്ലോ ആൻഡ് ബ്രൗൺ. ഓക്കെ ഓക്കെ. ആൻഡ് ഡ്യൂ ടു ഇറ്റ്സ് എക്സലന്റ് ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്, ഇതിന് എന്തുണ്ടെന്ന് പറയുന്ന മികച്ച ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ട് മൈക്കക്ക്. ആൻഡ് ലോ പവർ ലോസ് ഫാക്ടർ, ആൻഡ് അങ്ങനെ പവർ ലോസ് ഉണ്ടാവാറില്ല ഇതില്. ആൻഡ് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് ആൻഡ് റെസിസ്റ്റൻസ് ടു ഹൈ വോൾട്ടേജ് അല്ലെ. എന്താണ്? ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഇതിനുണ്ട്. അതുപോലെ തന്നെ ഹൈ വോൾട്ടേജിനെ റെസിസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മൈക്ക is one of the most indispensable mineral that is used in electric and electronic industries. ഈ ഫീച്ചേഴ്സ് ഓഫ് മൈക്കയാണ് ഇവിടെ പറഞ്ഞത് അല്ലെ, ഓരോന്നായിട്ട്. ഓക്കെ, ഈ ഫീച്ചേഴ്സ് കൊണ്ട് തന്നെ എന്താണ് ഈ ഒരു മൈക്ക എന്ന് പറയുന്ന മിനറൽ നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു? ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസിൽ നമ്മൾ മൈക്ക യൂസ് ചെയ്യുന്നു. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് എക്സലന്റ് ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഇറ്റ് ഇസ് ലോ പവർ ലോസ് ഫാക്ടർ. ആൻഡ് തേർഡ് വൺ, ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ്. ആൻഡ് ഫോർത്ത് വൺ അല്ലെ, resistance to high voltage. Okay, and it is one of the most indispensable minerals used in electric and electronic industries എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ. കൂടുതൽ മൈക്ക ഡെപ്പോസിറ്റ് കാണപ്പെടുന്ന സ്റ്റേറ്റ് ഏതൊക്കെയാ നമുക്ക് പറഞ്ഞാലോ. മൈക്ക ഡെപ്പോസിറ്റ് ആർ ഫൗണ്ട് ഇൻ ദ നോർത്തേൺ എഡ്ജ് ഓഫ് ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ. ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂവിന്റെ നോർത്തേൺ എഡ്ജിലാണ് കൂടുതൽ മൈക്ക ഡെപ്പോസിറ്റ് കാണപ്പെടുന്നത്. And next one, Koderma Gaya Hazaribagh belt of Jharkhand is the leading producer. കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? ജാർഖണ്ഡിലെ കൊഡർമ ഗയ ഹസാരിബാഗ് ബെൽറ്റിലാണ് കൂടുതൽ മൈക്ക ഡെപ്പോസിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ ഓക്കെ. രാജസ്ഥാൻ എന്ന സ്റ്റേറ്റിലെ ഏത് റീജിയനിലാണ് മൈക്ക കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. In Rajasthan, the major mica producing area എന്ന് പറയുന്നത് is around Ajmer. അജ്മീർ എന്ന് പറയുന്ന റീജിയനിലാണ് രാജസ്ഥാനിൽ കൂടുതൽ മൈക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന റീജിയൻ. And Nellore mica belt of Andhra Pradesh is also an important producer in the country. നമ്മുടെ രാജ്യത്ത് ഇപ്പോ രാജസ്ഥാൻ അല്ലാതെ, രാജസ്ഥാനിലെ അജ്മീർ എന്ന സ്ഥലത്ത് അല്ലാതെ കൂടുതൽ മൈക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരു സ്റ്റേറ്റിലെ സ്ഥലമാണ് നെല്ലൂർ മൈക്ക ബെൽറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്. ഓക്കെ,
അപ്പൊ നമ്മള് രാജസ്ഥാനത്ത് പറഞ്ഞു അല്ലെ, രാജസ്ഥാൻ ഏത് റീജിയൻ ആണ് മൈക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന റീജിയൻ? രാജസ്ഥാനിലെ അജ്മീർ. അജ്മീർ. ആൻഡ് സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞത് ഏത് സ്റ്റേറ്റ് ആണ്? ആന്ധ്രാപ്രദേശ് അല്ലെ, ആന്ധ്രാപ്രദേശ്. ഓക്കെ, എച്ച് ഉണ്ട്, ആന്ധ്രാപ്രദേശ്. അവിടെ ഏതാണ് മൈക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയ? ഇറ്റ് ഈസ് നെല്ലൂർ. ഓക്കെ, ഇത് സ്റ്റേറ്റും മൈക്ക പ്രൊഡ്യൂസേഴ്സ് റീജിയൻസുമാണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന, ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ഇറ്റ് ഇസ് അബൌട്ട് റോക്ക് മിനറൽസിനെ കുറിച്ചാണ്. റോക്കിൽ അടങ്ങിയിരിക്കുന്ന വലിയ വലിയ പാറക്കല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസിനെ കുറിച്ചാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ലൈംസ്റ്റോൺ. ലൈംസ്റ്റോൺ is found in association with rocks that is composed of calcium carbonates or calcium and magnesium carbonates എന്നാണ് പറയുന്നത്. ലൈംസ്റ്റോൺ അടങ്ങിയിട്ടുള്ള റോക്സിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടാവും മക്കളെ? First one, calcium carbonate or calcium and magnesium carbonate will be there. Okay. കൂടുതലായിട്ട് ലൈംസ്റ്റോൺ കാണപ്പെടുന്ന റോക്സ് ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ സെഡിമെന്ററി റോക്സ് ഓഫ് മോസ്റ്റ് ജിയോളജിക്കൽ ഫോർമേഷൻ. സെഡിമെന്ററി റോക്സിലാണ് കൂടുതൽ ലൈംസ്റ്റോൺ മിനറൽ കാണപ്പെടുന്നത്. ലൈംസ്റ്റോൺ ഇസ് ദ ബേസിക് റോ മെറ്റീരിയൽ ഫോർ ദ സിമെന്റ് ഇൻഡസ്ട്രി. സിമെന്റ് ഇൻഡസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മിനറൽ ഏതാണ് മക്കളെ? ലൈംസ്റ്റോൺ ആണ് അല്ലെ. ഓക്കെ, എസെൻഷ്യൽ ഫോർ ദ സ്മെൽറ്റിംഗ് അല്ലെ, ആൻഡ് ഇറ്റ് ഈസ് Okay, and it is essential for the smelting iron ore in the blast furnace too. Limestone നമ്മൾ എന്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? It is using in cement industry. Okay, and limestone is found in എവിടൊക്കെയാണ്, ഏത് റോക്സിലാണ് കാണപ്പെടുന്നത് ലൈംസ്റ്റോൺ? സെഡിമെന്ററി റോക്സ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ആൻഡ് ഇതില് ലൈംസ്റ്റോൺ ഉള്ള റോക്സിൽ എന്തൊക്കെ കണ്ടന്റ്സ് ഉണ്ടാവും? കാൽഷ്യം കാർബണേറ്റും മഗ്നീഷ്യം കാർബണേറ്റും ഉണ്ടാവും. ഓക്കെ, ഇനി ഇത്തരം മിനറൽസിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായിട്ട് ഓവർ ഡിപ്ലഷൻ ചെയ്യാതെ നമ്മൾ കൺസേർവ് ചെയ്യണം, അതിനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ. എങ്ങനെയൊക്കെ ചെയ്യാം? We all appreciate the strong dependence of industry, agriculture upon mineral deposit. കൂടുതൽ വ്യവസായശാലകളും കൃഷിയും ഒക്കെ എന്തിനെയാണ് ബേസ്ഡ് അപ്പ് ചെയ്ത് വളരുന്നത്? എന്തിനെയാണ് ആശ്രയിക്കുന്നത്? മിനറൽസിനെയാണ് അല്ലെ. എന്ന് വെച്ചാൽ എന്ത് തരത്തിലുള്ള സബ്സ്റ്റൻസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിക്കോട്ടെ, ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിക്കോട്ടെ, അതിനൊക്കെ എന്താവശ്യമാണ്? മിനറൽസ് ഇസ് എൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ബോത്ത് ഫീൽഡ്സ് ലൈക്ക് ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് മക്കൾ നോക്കിക്കേ. ദ ടോട്ടൽ വോളിയം ഓഫ് വർക്കബിൾ മിനറൽ ഡെപ്പോസിറ്റ് ഇസ് ആൻ ഇൻസിഗ്നിഫിക്കന്റ് ഫ്രാക്ഷൻ 1% ഓഫ് ദ എർത്ത് ക്രസ്റ്റ്. കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മിനറൽ ഡെപ്പോസിറ്റ് നമ്മൾ എവിടെ നിന്നാണ്? കൂടുതൽ എർത്ത് ക്രസ്റ്റിൽ നിന്നാണ്. എർത്ത് ക്രസ്റ്റ് 1% ഓഫ് എർത്ത് ക്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മിനറൽ ഡെപ്പോസിറ്റിന്റെ അളവിന്റെ നമ്മൾ എടുക്കുന്ന വർക്കിംഗ് അല്ലെ, എന്ന് വെച്ചാൽ വർക്കബിൾ മിനറൽ ഡെപ്പോസിറ്റ് നമ്മൾ എത്രയാണ് എടുക്കുന്നത്? ടോട്ടൽ വോളിയം ഓഫ് വർക്കബിൾ മിനറൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഫ്രാക്ഷൻ 1% ഓഫ് എർത്ത് ക്രസ്റ്റ് റിലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത്തിരിയേ ഉള്ളൂ, അത് നല്ല രീതിയിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, വീണ്ടും നമ്മൾ അത് നശിപ്പിച്ച് റീസൈക്കിൾ പോലെ പ്ലാസ്റ്റിക് ഇതാക്കുന്ന പോലെ നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അല്ലെ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. വി ആർ റാപ്പിഡ്ലി കൺസ്യൂമിങ് മിനറൽ റിസോഴ്സസ് അല്ലെ. നമ്മള് മിനറൽ റിസോഴ്സസ് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു? ഇൻഡസ്ട്രിയൽ അല്ലെ, ആളുകൾ അവരുടെ ലാഭത്തിന് വേണ്ടി, ഇൻഡസ്ട്രിയൽ പേർപ്പസസിന് വേണ്ടി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എത്ര കാലം വേണം എന്നാണ് പറയുന്നത്? ഇറ്റ് റിക്വയർ മില്യൺസ് ഓഫ് ഇയേഴ്സ് ടു ബി ക്രിയേറ്റഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ്. കുറെ കാലം വേണം ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അപ്പൊ ഓവർ യൂസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ.
The geological processes of mineral formation are so slow. എന്ന് വെച്ചാൽ മെല്ലനെയാണ് അത് ഫോം ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് വർഷങ്ങൾ എടുക്കേണ്ടി വരുന്നത് മിനറൽസ് ഫോം ചെയ്യാൻ. ഓക്കെ, and the rates of replenishment are infinitely small in comparison of the present rate of consumption. എന്ന് വെച്ചാൽ നമ്മളിപ്പോ കൺസ്യൂം ചെയ്യുന്ന മിനറൽസിന്റെ ഇത് നോക്കുമ്പോ പെർസെന്റേജ് നോക്കുമ്പോ അത് പ്രോസസ് ചെയ്ത് വരുന്ന അത് ഫോം ചെയ്ത് വരുന്നത് എന്താ വളരെ സ്ലോലി ആണ്. പക്ഷെ നമ്മൾ ഓവർ യൂസ് ചെയ്തിട്ട് ഓവർ കൺസ്യൂം ചെയ്യുന്നു മിനറൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. അതാണ് ഞാൻ പറഞ്ഞ ടീച്ചർ പറഞ്ഞ പോലെ തന്നെയാണ് നെക്സ്റ്റ് പോയിന്റ്. നോക്കിക്കേ, മിനറൽ റിസോഴ്സസ് ആർ therefore finite and non renewable. നമുക്ക് പിന്നെയും നമുക്ക് പ്ലാസ്റ്റിക് പോലെ റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് നശിച്ച് ഓവർ യൂസ് ചെയ്തിട്ട് അതിന്റെ ലഭ്യത കുറഞ്ഞാണെങ്കിൽ അത് കുറെ വർഷങ്ങൾ എടുക്കും വീണ്ടും അത് ഉണ്ടായി വരാൻ. അതാ പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. Rich mineral deposit are our country's extremely valuable but short-lived possession. എന്ന് വെച്ചാൽ കൂടുതൽ മിനറൽ ഡെപ്പോസിറ്റ് നമ്മുടെ ഇന്ത്യയിലെ പല റീജിയൻസിലും ഉണ്ട്. നമ്മൾ ഇപ്പോ പഠിച്ചതാണ് അല്ലെ മക്കളെ. അപ്പൊ എന്താണ് അത് നല്ല രീതിയിൽ എന്താണ് കഴിയുന്നതും നമ്മൾ പരിമിതപ്പെടുത്തി നല്ല രീതിയിൽ കുറച്ച് മാത്രം എല്ലാത്തിന് ആവശ്യമുള്ളവർ മാത്രം യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ആൻഡ് കണ്ടിന്യൂഡ് എക്സ്ട്രാക്ഷൻ ഓഫ് ഓസ് ലെറ്റ്. നമ്മൾ കണ്ടിന്യൂ ഇങ്ങനെ നിർത്താതെ അല്ലേ നമ്മളത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ട് നിന്നാണെങ്കിൽ അത് എന്ത് ഇൻക്രീസ് ചെയ്യും? കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. ആസ് എ മിനറൽ എക്സ്ട്രാക്ഷൻ കംസ് ഫ്രം ഗ്രേറ്റർ ഡെപ്ത്. എന്ന് വെച്ചാൽ മിനറൽസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അത്രയും എർത്തിന്റെ സർഫേസിൽ നമ്മൾ കുഴിച്ച് ആഴത്തിൽ ഇറങ്ങിയിട്ടാണ് മിനറൽസ് എടുക്കുന്നത്. അതാണ് പറയുന്നത്. അത് അത്രയും നമ്മൾ എന്താണ് ഈ ഓസ് കൂടുതലായിട്ട് എക്സ്ട്രാക്ട് ചെയ്താൽ അത് എർത്തിനും കേടാണ്. ഓക്കെ, അതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. എ കൺസേർട്ടഡ് എഫോർട്ട് ഹാസ് ടു ബി മെയ്ഡ് ഇൻ ഓർഡർ ടു യൂസ് അവർ മിനറൽ റിസോഴ്സസ്. എന്ന് വെച്ചാല് അത്രയും എഫോർട്ട് എടുത്തിട്ടാണ് ഓരോ മിനറൽസും നമ്മൾ കാവ് ചെയ്തെടുക്കുന്നത് അല്ലെ, പുറത്തേക്ക് എടുക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാന്റ് ആൻഡ് സസ്റ്റൈനബിൾ മാനറിൽ മാത്രം മിനറൽസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ടെക്നോളജി ആവാം, പലതരത്തിലുള്ള ടെക്നോളജി ഉണ്ട്, അത് ഓവർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദ ഇംപ്രൂവ്ഡ് ടെക്നോളജീസ് നീഡ് ടു ബി കോൺസ്റ്റന്റ്ലി ഇവോൾവ് ടു അലോ ദ യൂസ് ഓഫ് ലോ ഗ്രേഡ് ഓസ് അറ്റ് ലോ കോസ്റ്റ്. എന്ന് വെച്ചാല് നമ്മൾ അത്ര ക്വാളിറ്റി ഇല്ലാത്ത അയണോസ് ഒക്കെ ചെറിയ വിലക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റീയൂസ് ചെയ്യാം. ഓക്കെ, ദ റീസൈക്ലിംഗ് ഓഫ് മെറ്റൽസ് യൂസിങ് സ്ക്രാപ്പ് മെറ്റൽസ് അല്ലെ, ചില മെറ്റൽസ് റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യുക. ആൻഡ് യൂസിങ് ദ സ്ക്രാപ്പ് മെറ്റൽസ് അതർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ സ്റ്റെപ്സ് ടു കൺസേർവിംഗ് അവർ മിനറൽ റിസോഴ്സസ് ഫോർ ദി ഫ്യൂച്ചർ. ഭാവി തലമുറകൾക്ക് മിനറൽസ് യൂസ് ചെയ്യണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം? ഫസ്റ്റ് വൺ, റീസൈക്ലിംഗ് ഓഫ് മെറ്റൽസ്. സെക്കൻഡ് വൺ, വി ക്യാൻ യൂസ് ദ സ്ക്രാപ്പ് മെറ്റൽസ്. ആൻഡ് തേർഡ് വൺ, അതർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ലഭ്യത കുറവുള്ളത് നമ്മൾ കുറച്ച് മാത്രം യൂസ് ചെയ്യാം. മറ്റുള്ളത് അതിന് പകരം എന്ത് ചെയ്യാം? റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മെറ്റൽസ് ഒക്കെ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാം. അതാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ. ഇനി എന്തൊക്കെയാണ് എനർജി റിസോഴ്സസ്? വാട്ട് ഈസ് എനർജി റിസോഴ്സസ് എന്ന് നോക്കിയാലോ. ഫസ്റ്റ് പോയിന്റ്, എനർജി ഇസ് റിക്വയർഡ് ഫോർ ഓൾ ആക്ടിവിറ്റീസ്. എന്ത് പ്രവർത്തനം ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ആവശ്യമാണ്? ഊർജം ആവശ്യമാണ് അല്ലെ. ഓക്കെ, ഇറ്റ് ഈസ് നീഡഡ് ടു കുക്ക് അല്ലെ. എന്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും നമുക്ക് എനർജി ആവശ്യമാണ് അല്ലെ. ആൻഡ് ടു പ്രൊവൈഡ് ലൈറ്റ് അല്ലെ. എന്ന് വെച്ചാല് ഇലക്ട്രിക്കൽ ത്രൂ ലൈറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ലൈറ്റിന് വേണ്ടിയിട്ട് എനർജി വേണം. ഹീറ്റ് എനർജി അല്ലെ. ആൻഡ് പ്രൊപ്പൽ വെഹിക്കിൾസ് സ്റ്റാർട്ട് ചെയ്യാൻ എനർജി വേണ്ടേ. ആൻഡ് ടു ഡ്രൈവ് മെഷീനറി ഇൻ ഇൻഡസ്ട്രീസിലൊക്കെ മെഷീൻസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് എനർജി വേണ്ടേ. അതാണ് പറയുന്നത്. എനർജീന്റെ റിക്വയർമെന്റിനെ കുറിച്ച് പറയാണ്. ഇങ്ങനെ നമ്മൾ എനർജി ബോഡിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് നോക്കിയാലോ. എനർജി ക്യാൻ ബി ജനറേറ്റഡ് ഫ്രം ഫ്യൂവൽ മിനറൽസ് അല്ലെ. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എനർജി ഒക്കെ ഉണ്ടാക്കുന്നത് എന്തിൽ നിന്നാണ്? ഫ്യൂവൽ മിനറൽസിൽ നിന്നാണ്. എന്താണ് ഫ്യൂവൽ മിനറൽസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ലൈക്ക് കോൾ, പെട്രോളിയം
and natural gas, uranium and from electricity. അല്ലെ മെയിൻലി നമ്മൾ എനർജി ഫോം ചെയ്യുന്ന ഫ്യൂവൽ മിനറൽസ് ആണ് ഏതൊക്കെ മക്കളെ? ഫസ്റ്റ് വൺ കോൾ, സെക്കൻഡ് വൺ പെട്രോളിയം, തേർഡ് വൺ നാച്ചുറൽ ഗ്യാസ് ആൻഡ് ഫോർത്ത് വൺ യുറാനിയം ആൻഡ് ഫിഫ്ത് വൺ ഇറ്റ് ഈസ് ഫ്രം ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക്കൽ എനർജി. അറിയില്ല മക്കൾക്ക്? സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. ഇങ്ങനെയുള്ള എനർജി റിസോഴ്സസിനെ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? എനർജി റിസോഴ്സസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സസ്. നമുക്ക് എനർജി റിസോഴ്സസിനെ രണ്ടായി തരംതിരിക്കാം. എങ്ങനെ? നമ്മളിപ്പോ മിനറൽസിനെ കുറിച്ച് പറഞ്ഞു. ഈ ചാപ്റ്ററിന്റെ പേര് മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സസ് എന്നാണ്. പല ടൈപ്സ് ഓഫ് മിനറൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മെറ്റാലിക് മിനറൽസ്, നോൺ മെറ്റാലിക് മിനറൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് എനർജി റിസോഴ്സസിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെഷനിൽ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് എനർജി റിസോഴ്സസിന്റെ ടു ടൈപ്സ് പറഞ്ഞ മക്കള്? ഫസ്റ്റ് വൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ്, സെക്കൻഡ് വൺ നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ്. ഓക്കെ, അപ്പൊ എന്താണ് കൺവെൻഷണൽ എനർജി റിസോഴ്സസിൽ വരുന്ന കാര്യങ്ങൾ എന്ന് നോക്കിയാലോ, തിങ്സ് എന്ന് നോക്കിയാലോ? ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. ദ കൺവെൻഷണൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ ഫയർ വുഡ് വരും, നാച്ചുറലി കാണപ്പെടുന്ന ഫയർ വുഡ് അല്ലെ. പിന്നെയോ കാറ്റിൽ ഡങ് കേക്ക് അല്ലെ. പിന്നെ കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി, ബോത്ത് ഹൈഡൽ ആൻഡ് തേർമൽ ഒക്കെ എന്തിൽ ഇൻക്ലൂഡഡ് ആണ്? കൺവെൻഷണൽ സോഴ്സസിലുള്ളത് പ്രോപ്പർട്ടീസ് ആണ്. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഫയർവുഡ്, സെക്കൻഡ് വൺ cattle dung cake, and third one coal, and fourth one petroleum, fifth one natural gas, and sixth one it is electricity. Okay, അപ്പൊ നമ്മൾ കൺവെൻഷണൽ സോഴ്സസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എനർജി റിസോഴ്സസ് ഏതാ മക്കളെ? ഇറ്റ് ഈസ് നോൺ കൺവെൻഷണൽ റിസോഴ്സസ്. അതിനെ കുറിച്ച് അറിഞ്ഞാലോ? അതിൽ എന്തൊക്കെ വരും? സോളാർ. അതൊക്കെ നമ്മൾ സോളാർ ആൻഡ് വിൻഡ്, അതിൽ നിന്ന് എനർജി കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സോളാർ ലൈറ്റ് ഒക്കെ നമ്മൾ ചാർജ് ചെയ്യുന്നത് ഡയറക്ട്ലി നമുക്ക് സൺലൈറ്റിലൂടെ മാത്രമേ ചാർജ് ചെയ്യുള്ളൂ. ആൻഡ് വിൻഡ് എനർജി, തമിഴ്നാട് ഏരിയയിലൊക്കെ നമ്മൾ പോകുമ്പോൾ, മധുര ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ കാണാം റോഡ് സൈഡിൽ വിൻഡ് ഏരിയ ഉണ്ട്, ഒരു വിൻഡ് മിൽ ഏരിയ ഉണ്ടാവും. അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി അവര് ഇലക്ട്രിക്കൽ എനർജി എടുക്കും. ആൻഡ് ടൈഡൽ ആൻഡ് ജിയോ തെർമൽ, ബയോഗ്യാസ് ആൻഡ് അറ്റോമിക് എനർജി ഒക്കെ എന്താണ്? നോൺ കൺവെൻഷണൽ ആണ്. മറ്റേത് കൺവെൻഷണൽ നാച്ചുറൽ ആണ്. ഇത് നോൺ കൺവെൻഷണൽ എന്ന് പറയുമ്പോൾ മാൻമെയ്ഡ് ഇതിലാണ്. ഓക്കെ, മാൻമെയ്ഡ് തിങ്സ് യൂസ് ചെയ്തിട്ടുള്ള സബ്സ്റ്റൻസസിൽ നിന്ന് കിട്ടുന്ന എനർജീസ് ആണ് നോൺ കൺവെൻഷണൽ അല്ലെ. അപ്പൊ കൺവെൻഷണൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്ന മക്കളെ? പറഞ്ഞ ഓരോന്നായിട്ട് പറഞ്ഞ മക്കള്. യാ, ഫയർവുഡ്, കാറ്റിൽ ഡങ് കേക്ക്, കോൾ, petroleum, natural gas and electricity. What about non-conventional sources? It include solar, wind, tidal, geothermal and biogas and atomic energy. Okay, next one. Okay, ഇപ്പൊ നമ്മുടെ റൂറൽ വില്ലേജ് ഏരിയയിലൊക്കെ കൂടുതൽ കാണപ്പെടുന്ന കോമൺ ആയിട്ട് കാണപ്പെടുന്ന എനർജി റിസോഴ്സസ് ഏതാണ്? ഫയർവുഡ് ആൻഡ് കാറ്റിൽ ഡങ് കേക്ക്. കൂടുതൽ നമ്മൾ കാണപ്പെടുന്ന വില്ലേജ് ഏരിയയിൽ കൃഷി ഉണ്ടാവും. കൃഷി റിലേറ്റഡ് ആയിട്ട് കൂടുതൽ ആളുകൾ ഫോറസ്റ്റിൽ പോയി ഫയർവുഡ് ശേഖരിക്കും. കാറ്റിൽ റിയർ ചെയ്യുന്ന ആളുകൾക്ക് കാറ്റിൽ ഡങ് കേക്ക് കിട്ടാനും അത്ര കുറവുണ്ടാവില്ല അല്ലെ. സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. And according to one estimate, more than 70% of energy requirement in rural household is met by these two എന്നാണ് പറയുന്നത്. The continuation of this is increasingly become difficult due to decreasing forest. നമ്മളിങ്ങനെ ഫയർവുഡും കാറ്റിൽ ഡങ് കേക്കും കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എന്തിനെ കുറയ്ക്കും? ഫോറസ്റ്റ് ഏരിയ കുറഞ്ഞുകൊണ്ട് വരും. നമ്മൾ കൂടുതൽ അക്യൂമുലേഷൻ ചെയ്താണെങ്കിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് ഓരോ പ്രോപ്പർട്ടീസ് ഓഫ് കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്താലോ? ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് കോൾ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കി. ഇൻ ഇന്ത്യ coal is the most abundantly available fossil fuel. One of the important fossil fuel ആണ് എന്ത് മക്കളെ? ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്ന one of the important fossil fuel ആണ് coal. Okay, പിന്നെ it
provides a substantial part of nation's energy needs. One of the important energy resources ആണ് എന്ത്? coal. Okay, next one. ഇത് എന്തിനൊക്കെയാണ് coal യൂസ് ചെയ്യുന്നത്? uses of coal. Okay. First one, it is used for power generation. Power generation വേണ്ടി നമ്മൾ coal use ചെയ്യുന്നു. And to supply energy to industry. Industry ഏരിയയിലേക്ക് energy provide ചെയ്യുന്നു coal. As well as for domestic needs ന് നമ്മൾ coal use ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് uses? എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ coal use ചെയ്യുന്ന മക്കൾ ഓരോന്നായിട്ട് പറഞ്ഞേ. It is used for, coal is used for power generation. The second one, to supply energy to industry, and also it is using for domestic needs to household needs നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെയോ second point നോക്കിക്കേ. And India is highly dependent on coal. ഇന്ത്യ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു എനർജി റിസോഴ്സ് എന്ന് പറയുന്നത് കോൾ ആണ്. Because of its commercial energy requirement കൊണ്ട്. Okay. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രീസിനും കോൾ റിക്വയർ ആയതുകൊണ്ട് ഇന്ത്യ എന്താണെന്ന് പറയുന്നത്? ഇന്ത്യ കൂടുതൽ ആശ്രയിക്കുന്ന കോൾ എന്ന് പറയുന്ന എനർജി റിസോഴ്സസിനെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ കോൾ therefore is found in variety of forms. അല്ലെ, പല ഫോമിലാണ് കോൾ കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഗ്രീസ് ഓഫ് കംപ്രഷൻ ആൻഡ് ദ ഡെപ്ത് ആൻഡ് ദ ടൈം ഓഫ് ബറിയൽ. എന്ന് വെച്ചാല് കൂടുതലായിട്ട് പല ഫോംസിലാണ് കോൾ കാണപ്പെടുന്നത്. ഓക്കെ, decaying plants in swamps produce peat. Okay, and second one, which has a low carbon, high moisture contents. അല്ലെ, ഈ കോളിന്റെ മറ്റൊരു പ്രോപ്പർട്ടീസ് ആണ് പ്രോപ്പർട്ടീസ് ഓഫ് കോൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇറ്റ് ഹാസ് എ ലോ കാർബൺ, which has a low carbon and high moisture and low heating capacity. Okay, next one. അടുത്ത ഇതെന്ന് പറയുന്ന fossil fuel lignite ആണ്. lignite. Okay, lignite. Second one, lignite എന്ന് പറയുന്നത് is a low grade brown coal. കോളിന്റെ മറ്റൊരു ടൈപ്പ് ഓഫ് കോൾ ആണ് lignite എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ low grade brown കോൾ ആണ്, വിച്ച് സോഫ്റ്റ് വിത്ത് ഹൈ മോയ്സ്ചർ കണ്ടന്റ്. അല്ലെ, ലിഗ്നൈറ്റ് എന്ന് പറയുന്നത് എന്ത് കളറാണ്? ബ്രൗൺ ആണ്. അല്ലെ, ബ്രൗൺ ടൈപ്പ് ഓഫ് കോൾ ആണ്, വളരെ സോഫ്റ്റ് ആണ്, വിത്ത് ഹൈ മോയ്സ്ചർ കണ്ടന്റ് ആണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ലിഗ്നൈറ്റിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, മെയിൻലി ഈ ലിഗ്നൈറ്റ് റിസർവ്സ് കൂടുതൽ മൈനിങ് ഏരിയ കൂടുതൽ കാണപ്പെടുന്ന ഏരിയ എവിടെയാണ് മക്കളെ? നെയ്വേലി, തമിഴ്നാടുവിലുള്ള തമിഴ്നാടുവിലുള്ള നെയ്വേലി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് കൂടുതൽ ലിഗ്നൈറ്റ് കോൾസ് കാണപ്പെടുന്നത്. ആൻഡ് ഇറ്റ് യൂസ്ഡ് ഫോർ ദി ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ജനറേഷൻ കൂടുതൽ ലിഗ്നൈറ്റ് കോൾസ് നെയ്വേലി ഇൻ തമിഴ്നാടുവിൽ യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, the coal that has been buried deep and subjected. കോള് നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും? മണ്ണിന്റെ അടിയിലേക്ക് ആഴത്തിൽ കുഴിച്ചിടും. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ദ ഇൻക്രീസ് ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് ഈസ് അങ്ങനെ ഫോം ചെയ്യുന്ന കോളിന് പറയുന്ന പേരാണ് ബിറ്റുമീനിയസ് കോൾ എന്നാണ് അതിന് പറയാ. എന്ന് വെച്ചാൽ നല്ല ആഴത്തിൽ കുഴിച്ചിടുന്നു, വിത്ത് ഇൻക്രീസ് ടെമ്പറേച്ചർ, അങ്ങനെ ഫോം ചെയ്യുന്ന കോളിന് പറയുന്നതാണ് ബിറ്റുമീനിയസ് കോൾ എന്ന്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. അങ്ങനെ ലിഗ്നൈറ്റ് കോൾ ബിറ്റുമീനിയസ് കോൾ എന്ന് പറയുന്ന ഫീച്ചർ ആണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ കോൾ ഇൻ കൊമേഴ്ഷ്യൽ യൂസ്. കൊമേഴ്ഷ്യൽ യൂസിന് യൂസ് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൾ ആണ് എന്ത് മക്കളെ? ബിറ്റുമീനിയസ് കോൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കോൾ ആണ് എന്ത് മക്കളെ? മെറ്റാലർജിക്കൽ കോൾ. ഓക്കെ, മെറ്റാലർജിക്കൽ കോൾ ഇതെന്ന് പറയുന്ന ഹൈ ഗ്രേഡ് ആണ്. ലിഗ്നൈറ്റ് എന്ന് പറയുന്ന ലോ ഗ്രേഡ് കോൾ ആണെങ്കിൽ മെറ്റാലർജിക്കൽ കോൾ എന്ന് പറയുന്ന ഹൈ ഗ്രേഡ് ബിറ്റുമിനിയസ് കോൾ ആണ്. വിച്ച് ഹാസ് എ സ്പെഷ്യൽ വാല്യൂ ഫോർ സ്മെൽറ്റിംഗ് അയൺ ഇൻ ബ്ലാസ്റ്റ് ഫർണേസ്. ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? മെറ്റാലർജിക്കൽ കോള് it is used for smelting of iron in blast furnace. Okay, and anthracite
is the highest quality hard coal. നല്ല കട്ടിയുള്ള കോൾ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് കോൾ ആണ്? It is anthracite is the highest quality. നല്ല ക്വാളിറ്റി ഉള്ള ഹാർഡ് കോളിന്റെ പേര് എന്താന്ന് വെച്ചാൽ anthracite എന്ന് മക്കൾ പറയണം. ഓക്കെ, ഇന്ത്യയില് കോൾ ഡെപ്പോസിറ്റ് കൂടുതലുള്ള ഏരിയാസ് നോക്കാം അല്ലെ. ഇൻ ഇന്ത്യ കോൾ occurs in rock series of two main geological ages, namely Gondwana a little over 200 million years ago in age, and tertiary deposits which are only about 55 million years ago. എന്ന് വെച്ചാൽ മെയിൻലി പണ്ട് കാലം മുതലേ കോൾ കാണപ്പെടുന്ന റോക്ക് സീരീസ് എന്ന് പറയുന്ന ഏത് ഏജിലായിരുന്നു? ഗോണ്ട്വാന എന്ന് പറയുന്ന 200 million years ago മുതലേ കാണപ്പെടുന്നതായിരുന്നു കോൾ എന്നാണ് പറയുന്നത് ഇന്ത്യയില്. അങ്ങനെ 200 million years ago അല്ലെ, 200 million years മുമ്പ് തന്നെ കാണപ്പെടുന്ന ആ ഒരു ടൈം മുതൽ കാണപ്പെടുന്ന കോൾ ഏതൊക്കെ റീജിയൻസിലാണ് കാണപ്പെട്ടത് നോക്കിയാലോ. The major resources of Gondwana coal, ഗോണ്ട്വാന എന്ന റീജിയനിൽ കോളിനെ ഗോണ്ട്വാന കോൾ എന്ന് പറയുന്നു. ഇത് മെയിൻലി വിച്ച് ആർ മെറ്റാലർജിക്കൽ കോൾ ആണ് അല്ലെ. ഗോണ്ട്വാന കോൾ എന്ന് പറയുന്ന എന്ത് ടൈപ്പ് ഓഫ് കോൾ ആണ് മക്കളെ? മെറ്റാലർജിക്കൽ കോൾ ആണ്. ഓക്കെ, അത് കൂടുതൽ കാണപ്പെടുന്ന ലൊക്കേഷൻ എവിടെയാണ്? It can be seen ഓക്കെ ദാമോദർ വാലിയിലാണ്. ദാമോദർ വാലി എന്ന് പറയുന്ന ഏത് സ്റ്റേറ്റിലുള്ള വാലിയാണ് മക്കളെ? ഇറ്റ് ഈസ് ഇൻ വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ് ഏരിയസിലാണ് കൂടുതലായിട്ട് ഈ ഒരു ഗോണ്ട്വാന കോൾ അല്ലെങ്കിൽ മെറ്റാലർജിക്കൽ കോൾ കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് ഇൻ ദാമോദർ വാലി, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ്. കോൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ മക്കളെ? ഇറ്റ് ഈസ് ജാരിയ ഫസ്റ്റ് വൺ, and Raniganj second one, third Bokaro third one are important coal fields ആണ്. Jharia, Raniganj and Bokaro. Okay, പിന്നെ കുറെ സ്ഥലങ്ങളുണ്ട് കോൾ ഡെപ്പോസിറ്റ് കൂടുതലായി കാണപ്പെടുന്ന വേറെ സ്ഥലങ്ങളിലാണ് മക്കളെ. ഇതൊക്കെ ഞാൻ ഓരോ പോയിന്റ്സ് പറയുമ്പോൾ മക്കൾ എന്ത് ചെയ്യണം? നോട്ട്സിൽ ഓരോ പോയിന്റ് എഴുതി വെക്കണം. അങ്ങനെയാകുമ്പോൾ മക്കൾക്ക് ഈസിയാണ്. ഗോൾഡ് ഡെപ്പോസിറ്റ് 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലങ്ങളും ഏതൊക്കെ വാലീസ് ആണ് ഓരോ സ്റ്റേറ്റ് ഒക്കെ നേരെ നേരെ എഴുതി വെക്കുക. മാച്ച് ദ ഫോളോയിങ് പോലെ കറക്റ്റ് ഓർഡറിൽ എഴുതി വെച്ചാല് മക്കൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപ്ചർ ചെയ്യാൻ പറ്റും പോയിന്റ്സ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ വാലീസ് ാണ് കാണപ്പെടുന്നത് കോൾ ഡെപ്പോസിറ്റ്? ഗോദാവരി, മഹാനദി, സൺ ആൻഡ് വാർദ വാലീസിൽ കാണപ്പെടുന്നു കോൾ ഡെപ്പോസിറ്റ്. ഗോദാവരി, മഹാനദി, സൺ ആൻഡ് വാർദ വാലീസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ടെർഷ്യറി കോൾസ് കൂടുതൽ കാണപ്പെടുന്ന ഏതൊക്കെ സ്റ്റേറ്റിലാണ്? ഇറ്റ് ഈസ് ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഓഫ് മേഘാലയ ആൻഡ് ആസാം, അരുണാചൽ പ്രദേശ് ആൻഡ് നാഗാലാൻഡ് അല്ലെ. കൂടുതലായിട്ട് ടെർഷ്യറി കോൾസ് കാണപ്പെടുന്ന സ്റ്റേറ്റ് ആണ് ഏതൊക്കെ മക്കളെ? മേഘാലയ ഫസ്റ്റ് വൺ, മേഘാലയ സെക്കൻഡ് വൺ, ആസാം തേർഡ് വൺ, അരുണാചൽ പ്രദേശ് ആൻഡ് ഫോർത്ത് വൺ ഇറ്റ് ഈസ് നാഗാലാൻഡ്. ഓക്കെ, ഗോദാവരി, മഹാനദി, സൺ ആൻഡ് വാർദ വാലീസ് ഓൾസോ കണ്ടെയ്ൻ കോൾ ഡെപ്പോസിറ്റ്. പിന്നെ ടെർഷ്യറി കോൾസ് കാണപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? സ്റ്റേറ്റ്സ് ഏതൊക്കെയാ മക്കളെ? ഫസ്റ്റ് വൺ ഓരോന്നായിട്ട് പറഞ്ഞേ. ഫസ്റ്റ് വൺ ടെർഷ്യറി കോൾസ് കാണപ്പെടുന്ന സ്റ്റേറ്റ്സ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഓഫ് മേഘാലയ ആൻഡ് ആസാം, അരുണാചൽ പ്രദേശ് ആൻഡ് നാഗാലാൻഡ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് അനദർ മിനറൽ ദാറ്റ് അനദർ ഫോസിൽ ഫ്യൂവൽ, ഇറ്റ് ഈസ് പെട്രോളിയം. ഓക്കെ, ഓക്കെ, നമ്മൾ മെയിൻലി ഈ പരസ്യത്തിലൊക്കെ കാണാറുണ്ട് അല്ലെ, നമുക്ക് അറിയുന്നതാണ് മെയിൻലി എന്താണ് പെട്രോൾ ഇങ്ങനെ പായാക്കരുത്. നമ്മൾ മെയിൻലി നമ്മൾ സ്പീഡിൽ ഓടിച്ചു പോകുമ്പോൾ ട്രാഫിക് ലൈറ്റിനനുസരിച്ച് നമ്മൾ നിർത്തും, വണ്ടി നിർത്താണ്, അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാണ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, വണ്ടി ഓഫ് ചെയ്യാതെ നിൽക്കുമ്പോൾ പെട്രോൾ കുറെ പോകുന്നുണ്ട്. നമ്മൾ പറ്റുന്നത് ഓഫ് ചെയ്ത് പോവാ അല്ലെ. നമ്മൾ എന്ത് ചെയ്യാ? നമ്മുടെ ഫോസിൽ ഫ്യൂൽസ് അത്രയും വർഷം കാലം എടുത്തിട്ടാണ് അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ആലോചിക്കുക അല്ലെ. ഓക്കെ, അപ്പൊ പെട്രോളിയം ഓർ മിനറൽ ഓയിൽ ഇസ് ദ നെക്സ്റ്റ് മേജർ എനർജി റിസോഴ്സ് ഇൻ ഇന്ത്യ ആഫ്റ്റർ കോൾ. കോൾ എന്ന് പറയുന്ന എനർജി റിസോഴ്സിന്റെ കഴിഞ്ഞാല് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എനർജി റിസോഴ്സ് ആണ് ഏത് മക്കളെ? പെട്രോളിയം. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ഫ്യൂവൽ ഫോർ ഹീറ്റ് ആൻഡ് ലൈറ്റിംഗ്. ഇത് എന്തിനൊക്കെയാണ് പെട്രോളിയം യൂസ് ചെയ്യുക? ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നു അല്ലെ, ആൻഡ് ലൈറ്റിംഗിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു.
ആൻഡ് അതുപോലെ തന്നെ lubricants for മെഷീനറി പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് റോ മെറ്റീരിയൽസ് ഫോർ എ നമ്പർ ഓഫ് എന്ന് വെച്ചാൽ ഇത് പല മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലും റോ മെറ്റീരിയൽസ് ആയിട്ട് പെട്രോളിയം യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഫീച്ചേഴ്സ് ഓഫ് പെട്രോളിയം ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഈ ഒരു പോയിന്റില് ഫീച്ചേഴ്സ് ഓഫ് പെട്രോളിയം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഇസ് യൂസിങ് ഫോർ ഹീറ്റ്. സെക്കൻഡ് ഫോർ ലൈറ്റിംഗ് ആൻഡ് ഓൾസോ യൂസ്ഡ് ആസ് എ lubricants for machinery and raw materials for number of manufacturing industries. Okay, next one. ഓക്കെ, ഇങ്ങനെ പെട്രോളിയം ഉണ്ടാക്കുന്ന റിഫൈനറീസ് ഉണ്ടാവില്ല, പെട്രോളിയം യൂസ് ചെയ്യുന്ന പല ഇൻഡസ്ട്രീസ്. റിഫൈനറീസ് ആക്ട് ആസ് എ നോഡൽ ഇൻഡസ്ട്രി ഫോർ ദ സിന്തറ്റിക് ടെക്സ്റ്റൈൽ, ഫെർട്ടിലൈസർ ആയിട്ട് ന്യൂമറസ് കെമിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ പെട്രോളിയം യൂസ് ചെയ്യുന്നത്. എവിടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആക്ട് ആസ് എ നോഡൽ ഇൻഡസ്ട്രി ഫോർ സിന്തറ്റിക് ടെക്സ്റ്റൈൽ and also for as a fertilizer and numerous chemical industries il nammal petroleum use cheyyunnunde. Okay, and most of the petroleum occurrences in India, India കൂടുതൽ പെട്രോളിയം കാണപ്പെടുന്ന എന്തിനൊക്കെയാണ്? as associated with anticlines and fault traps in the rock formation of tertiary age. പണ്ട് കാലഘട്ടത്ത് നമ്മൾ ഇന്ത്യയില് പെട്രോളിയം ഡെപ്പോസിറ്റ് എല്ലാം ഫോം ചെയ്ത് എങ്ങനെയായിരുന്നു? വിത്ത് അസോസിയേറ്റഡ് വിത്ത് ആന്റിക്ലൈൻസ് ആൻഡ് ഫോൾട്ട് ട്രാപ്സ് ഇൻ ദ റോക്ക് ഫോർമേഷൻ. അങ്ങനെയായിരുന്നു പെട്രോളിയം ഡെപ്പോസിറ്റ് നമ്മൾ കൂടുതൽ പെട്രോളിയം ഫോം ചെയ്തിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ആന്റിക്ലൈൻസ് അല്ലെങ്കിൽ ഡോം അല്ലെങ്കിൽ റോക്ക് ഫോർമേഷൻ ഏരിയയില് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഓയിൽ നമ്മൾ ട്രാപ്പ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് നമ്മൾ പെട്രോളിയം ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫോം ചെയ്ത് എടുക്കുന്നത്. നോക്കാം, ഇൻ റീജിയൻസ് ഓഫ് ഫോൾഡിംഗ് ആൻഡ് ആന്റിക്ലൈൻസ് ഓർ ഡോംസ് ഉള്ള ഏരിയയില് ഇറ്റ് ഒക്കേഴ്സ് വേർ ദ ഓയിൽ ഈസ് ട്രാപ്ഡ് ഇൻ ദ ക്രസ്റ്റ് ഓഫ് ദി അപ്ഫോൾഡ്. അങ്ങനെ ദ ഓയിൽ ബിയറിംഗ് ലെയർ ഇസ് എ പോറസ് ലൈംസ്റ്റോൺ. ഇങ്ങനെ ഓയിൽ ഉള്ള ആ ലെയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പോറസ് ആയിട്ടുള്ള ലൈംസ്റ്റോൺ അടങ്ങിയിട്ടുള്ള ഏരിയ ആണ്. ഓർ എ സാൻഡ് സ്റ്റോൺ ത്രൂ വിച്ച് ഓയിൽ മേ ഫ്ലോ. ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഓയിൽ ഫ്ലോ ചെയ്യുന്നത്, പെട്രോളിയം ഫ്ലോ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ് ഇവിടെ പറയുന്നത്. ഡെവലപ്മെന്റ് അല്ല, ഫോർമേഷൻ പറയാം അല്ലെ. ഓക്കെ, it is the formation of petroleum. Okay, പെട്രോളിയം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇൻ റീജിയൻസ് ഓഫ് ഫോൾഡിംഗ് ആൻഡ് ആന്റിക്ലൈൻസ് ഓർ ഡോംസ് ഉള്ള ഏരിയയില് ഇറ്റ് ഒക്കേഴ്സ് വെയർ ഓയിൽ ഈസ് ട്രാപ്ഡ് ഇൻ ദ ക്രസ്റ്റ് ഓഫ് ദി അപ്ഫോൾഡ്. ഇങ്ങനെ ഓയിൽ ബിയറിംഗ് ലെയറില് ലൈംസ്റ്റോൺ ആൻഡ് സാൻഡ്സ്റ്റോൺ അടങ്ങിയിട്ടുണ്ടാവും. അതിന്റെ ഉള്ളിൽ കൂടെയാണ് ഓയിൽ ഫ്ലോ ചെയ്യുക, ഒഴുകുക എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ the oil is prevented from rising or sinking by intervening non-porous layers. എന്ന് വെച്ചാല് ഈ ഓയിൽ ഒഴുകുന്ന ലെയർ മറ്റൊരു ഉള്ളിലുള്ള ലെയറുമായിട്ട് മിക്സപ്പ് ആവില്ല എന്നാണ് പറയുന്നത്. ആൻഡ് പെട്രോളിയം is also found in fault traps between porous and non-porous rocks ൽ കാണപ്പെടും. പെട്രോളിയം is found in porous and non-porous rocks. And the gas being lighter usually occurs above the oil. The gas being lighter ആയിട്ടുള്ള ഇതിലാണ് ഗ്യാസ് വരിക. ഇത് ഒക്കെ ചെയ്യുന്നത് എവിടെയാണ്? ഈ ഗ്യാസ് ഫോം ഒക്കെ ചെയ്യുന്ന ഓയിലിന്റെ above the oil ആണ്. ഓക്കെ, ഇങ്ങനെ കൂടുതൽ പെട്രോളിയം പ്രൊഡക്ഷൻ നടക്കുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ, മുംബൈ, ഗുജറാത്ത്, Assam are the major petroleum production areas in India. ഏതൊക്കെയാണ് മേജർ പെട്രോളിയം പ്രൊഡക്ഷൻ നടത്തുന്ന ഇന്ത്യയിലെ മേജർ സ്റ്റേറ്റ്സ് ഏതൊക്കെയാ മക്കളെ? ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ മുംബൈ, സെക്കൻഡ് വൺ ഗുജറാത്ത് ആൻഡ് തേർഡ് വൺ ആസാം അല്ലേ. സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. പണ്ട് മുതലേ പെട്രോളിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ആസാം ആണ് അല്ലെ. ആസാം ഇസ് ദ ഓൾഡസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. Assam is the oldest oil producing state of India. Okay, next one. Digboy and Naharkatia and Moran and Ugrijan are the important oil fields in the state. ആസാമിലുള്ള ഓയിൽ ഫീൽഡ്സിന്റെ പേരാണ് കേട്ടോ. ആസാമിലുള്ള
ആസാം ഓയിൽ ഫീൽഡിന്റെ പേരാണ്. ഏതൊക്കെയാണ് ആസാമിലുള്ള ഓയിൽ ഫീൽഡ്സിന്റെ പേര്? ഫസ്റ്റ് വൺ ഡിഗ്ബോയ്. ഓക്കെ, സെക്കൻഡ് വൺ ഇറ്റ് ഇസ് നാഹർ കാട്ടിയ. Okay, and third one it is Moran Hugrijan. Third one ആണ് Mohar Hugrijan ല്ലേ? Hugrijan. Okay, ഇതാണ് ആസാമിലെ ഓയിൽ ഫീൽഡ്സ് കേട്ടോ. പേരെന്തൊക്കെയാ? ഡിഗ്ബോയ്, നാഗർ കാട്ടിയ ആൻഡ് മോഹർ ഹുഗ്രിജാൻ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ ഗ്യാസിനെ കുറിച്ചാണ്. എന്താണ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. നാച്ചുറൽ ഗ്യാസ് ഇസ് എൻ ഇമ്പോർട്ടന്റ് ക്ലീൻ എനർജി റിസോഴ്സ് അല്ലെ? ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ അസോസിയേറ്റഡ് വിത്ത് ഓർ വിത്തൗട്ട് പെട്രോളിയം. പെട്രോളിയം കണ്ടൻസ് ഇതിൽ ഉണ്ടാവില്ല. പെട്രോളിയം കണ്ടൻസ് ഇൻക്ലൂഡഡ് ആവുന്ന നാച്ചുറൽ ഗ്യാസും ഉണ്ട്. ഓക്കെ, ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? It is used as a source of energy and also as an industrial raw material ആയിട്ടും അതുപോലെ തന്നെ എനർജി റിസോഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ യൂസ്ഡ് ആസ് എ റോ മെറ്റീരിയൽ ഇൻ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, യൂസസ് ഓഫ് നാച്ചുറൽ ഗ്യാസ്. ഓക്കെ, എവിടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്? മെയിൻലി ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് എനർജി ആൻഡ് ഓൾസോ ആസ് എൻ റോ മെറ്റീരിയൽ ഇൻ ദ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ റോ മെറ്റീരിയൽ ആയിട്ട് നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നോക്കാം അല്ലെ? ഫീച്ചർ. Okay, natural gas is considered as an environment friendly fuel ആണ്. നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് പരിസ്ഥിതിയുമായി ഇണങ്ങിയ ഒരു ഫ്യൂവൽ ആണ്. ബിക്കോസ് ഓഫ് ലോ കാർബൺ ഡയോക്സൈഡ്. അതിൽ എന്തില്ല? അത്ര കാർബൺ ഡയോക്സൈഡ് കണ്ടന്റ് ഇല്ല. ആൻഡ് ഇറ്റ് ഈസ് therefore the fuel for the present century. ഇന്നത്തെ നൂറ്റാണ്ട്, ഈ ഒരു നൂറ്റാണ്ടിൽ പറ്റുന്ന ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത് നാച്ചുറൽ ഗ്യാസ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി ഫ്യൂവൽ ബിക്കോസ് ഓഫ് ലോ കാർബൺ ഡയോക്സൈഡ് എമിഷൻ. therefore the fuel is better for the present century എന്നാണ് പറയുന്നത്. അങ്ങനെ ലാർജ് റിസർവ്സ് ഓഫ് നാച്ചുറൽ ഗ്യാസ് ഡെപ്പോസിറ്റ് ഉള്ളത് ഏതൊക്കെയാണ് സ്ഥലങ്ങളിലാണ് കാണപ്പെടുന്നത്? The large reserves of natural gas have been discovered. കണ്ടുപിടിച്ചിട്ടുള്ളത് ഇറ്റ് ഈസ് ഇൻ ദ കൃഷ്ണ ഗോദാവരി ബേസിനിലാണ് നാച്ചുറൽ ഗ്യാസ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. And also it can be seen in Mumbai High and allied fields are supplemented by the finds in the Gulf of Cambay. മുംബൈ ഹൈ അവിടെയും അതുപോലെ തന്നെ കാംബേ, ഗൾഫ് ഓഫ് കാംബയിലും കാണപ്പെടുന്നുണ്ട് എന്ത്? നാച്ചുറൽ ഗ്യാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ലാർജ് റിസർവ്സ് ഓഫ് നാച്ചുറൽ ഗ്യാസ് കാണപ്പെടുന്ന 2 സ്ഥലങ്ങളാണ്, ഐലൻഡ്സ് ആണ്. ഏത്? ഫസ്റ്റ് ഒരു ഐലൻഡ് ആണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ആർ ഓൾസോ ഇമ്പോർട്ടന്റ് ഏരിയ having large reserves of natural gas. large reserves of natural gas കാണപ്പെടുന്ന ഒരു ഐലൻഡ് ആണ് ഏത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. ഓക്കെ, ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സിംഗ് എന്ന് നോക്കിയാലോ? പ്രോസസ്സിംഗ് ഓഫ് നാച്ചുറൽ ഗ്യാസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, the 1700 kilometer long Hasira Vijaypur Dagadishpur cross country gas pipeline links with എന്ന് വെച്ചാൽ 1200 കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള ഹസീര വിജയ്പൂർ ജഗദീഷ്പൂർ ക്രോസ് കൺട്രിയിലെ ഗ്യാസ് പൈപ്പ് ലൈൻ എവിടുമായിട്ട് ലിങ്ക് ചെയ്യുന്നു? മുംബൈ ഹൈലാൻഡ് ആൻഡ് ബാസിൻ ആയിട്ട് ലിങ്ക് ചെയ്യുന്നു. വിത്ത് ഫെർട്ടിലൈസർ, പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സസിന് വേണ്ടിയൊക്കെ വെസ്റ്റേൺ ആൻഡ് നോർത്ത് ഇന്ത്യയിലേക്ക് എന്ത് ഫ്ലോ ഔട്ട് ചെയ്യുന്നുണ്ട്? നാച്ചുറൽ ഗ്യാസ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഹാസ് എ ലിങ്ക് വിത്ത് ഹസീര വിജയ്പൂർ Dagadishpur cross country pipeline that links with Mumbai High and Basin. Okay, with the fertilizer, power and industrial complexes in western and northern India. Very important. Okay,
ഇങ്ങനെ ഒരു ലിങ്ക് എന്താണ് it has increased the India's gas production has been improved. Okay, second point, the power and fertilizer industries are the key usages of natural gas കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? പവർ ആൻഡ് ഫെർട്ടിലൈസർ ഇൻഡസ്ട്രീസ് ആണ് കൂടുതലായിട്ട് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, തേർഡ് വൺ, ദ യൂസ് ഓഫ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് CNG. ഇപ്പൊ നമ്മൾ പറയാണ്ട് CNG അല്ലെ, LPG. ഇപ്പൊ LPG എന്ന് പറഞ്ഞ CNG കുറെ വെഹിക്കിൾസ് ഉണ്ട് അല്ലെ. Okay, for vehicles to replace the liquid fuel and is gaining wide popularity in the country. എന്ന് വെച്ചാൽ ലിക്വിഡ് ഫ്യൂൽ യൂസ് ചെയ്യാതെ നമ്മൾ CNG മാറുന്ന ഇതാണ് ഇപ്പോഴത്തെ സെഞ്ചുറിയിൽ നമ്മൾ കാണുന്നത് അല്ലെ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിസിറ്റി. വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി? ഓക്കെ, ഇത് ഇലക്ട്രിസിറ്റിന്റെ ഫോർമേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, എങ്ങനെയാണ് പ്രോസസിങ്? ഓക്കെ, ഇലക്ട്രിസിറ്റി ഇസ് ജനറേറ്റഡ് മെയിൻലി ഇൻ 2 ways. ഇലക്ട്രിസിറ്റി നമ്മൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഇറ്റ് ഈസ് ബൈ റണ്ണിങ് വാട്ടർ വിച്ച് ഡ്രൈവ്സ് ഹൈഡ്രോ ടർബൈൻ. നമ്മൾ വാട്ടർ റൺ ചെയ്യാണ്. ഇറ്റ് ഈസ് ത്രൂ ഹൈഡ്രോ ടർബൈൻസ് ടു ജനറേറ്റ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. ഓക്കെ, നമ്മൾ ഒരു ഹൈഡ്രോ ടർബൈനിലൂടെ വാട്ടർ എന്ത് ചെയ്യുക, ഒഴുക്കി വിടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? എന്ത് കിട്ടാനാണ്? ഹൈഡ്രോ ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടി. ആൻഡ് ബൈ ബേണിംഗ് അതർ ഫ്യൂവൽസ് അല്ലെ, വേറെ ഫ്യൂവൽസ് നമ്മൾ ബേൺ ചെയ്യുമ്പോൾ അല്ലെ, such as coal, petroleum, natural gas to drive turbines to produce thermal power. അതുപോലെ തന്നെ നമ്മൾ പെട്രോളിയം അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് ഒക്കെ നമ്മൾ ബേൺ ചെയ്യുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? തെർമൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് നോക്കിയാലോ? ഓക്കെ, ഫസ്റ്റ് വൺ, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. It is generated by fast flowing water. ഇതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് അത്? മെയിൻലി ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ചില ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുന്ന എന്തിനാണ്? അതിലൂടെ വെള്ളം കൂടുതലാവുന്നതോടെ ഡാമിലാവുന്നതോടെ നമുക്ക് ഇലക്ട്രിസിറ്റി കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഇറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ഫാസ്റ്റ് ഫ്ലോയിങ് വാട്ടർ വിച്ച് ഇസ് എ റിന്യൂവബിൾ റിസോഴ്സ് ആണ് എന്ത്? hydroelectricity. India has a number of multi-purpose projects ഉണ്ടല്ലേ നമുക്ക്. Is Bhakra Nangal, Damodar Valley Corporation and the Kopli Hydel project etc. producing hydroelectric electric power produce ചെയ്യുന്ന കുറെ പ്രൊജക്ട് നമുക്കുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ Bhakra Nangal, second one Damodar Valley, third one Kopli Hydel project. Kopli, it is Kopli Hydel project. ഓക്കെ, എന്താണ് തെർമൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്? തെർമൽ ഇലക്ട്രിസിറ്റി, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പറഞ്ഞു ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ലോങ്സ്റ്റ് അല്ലെ, എന്ന് വെച്ചാല് റണ്ണിങ് വാട്ടർ, സ്പീഡ് റണ്ണിങ് വാട്ടർ കൊണ്ട് അല്ലെ, ഫാസ്റ്റ് ഫ്ലോയിങ് വാട്ടറിന്റെ ഇതില് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഫോം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? നമ്മൾ ചില ദാമോദർ വാലി, കോപ്ലി വാലിന്റെ ഒക്കെ പ്രൊജക്ടിനെ കുറിച്ച് പറഞ്ഞു. ഇനി തെർമൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ജനറേറ്റഡ് ബൈ യൂസിങ് കോൾ, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഒക്കെ ബേൺ ചെയ്യുമ്പോഴാണ് തെർമൽ ഇലക്ട്രിസിറ്റി ഫോം ചെയ്യുന്നത്. ആൻഡ് തെർമൽ പവർ സ്റ്റേഷൻസ് യൂസ് നോൺ റിന്യൂവബിൾ ഫ്യൂവൽസ് ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി അല്ലെ. ഈ തെർമൽ പവർ സ്റ്റേഷൻ മെയിൻലി യൂസ് ചെയ്യുന്ന നോൺ റിന്യൂവബിൾ ഫോസിൽ ഫ്യൂവൽസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? എന്ത് ജനറേറ്റ് ചെയ്യാൻ? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മെയിൻലി അബൌട്ട് ഫോസിൽ ഫ്യൂവൽസ് ലൈക് കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് അല്ലെ, ആൻഡ് ഇലക്ട്രിസിറ്റി, ഹൈഡ്രോ ഇലക്ട്രിസിറ്റിനെ കുറിച്ച് പറഞ്ഞു, തെർമൽ ഇലക്ട്രിസിറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി നെക്സ്റ്റ് സെക്ഷനിൽ we are discussing about what? We are discussing about okay, ഇനി നമുക്ക് ബാക്കിയുള്ള സെഷനിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.